ഹായ്, നമുക്കെല്ലാവർക്കും ദിവസവും ആവശ്യമായി വരുന്ന 4 വെബ്സൈറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ആണ് വാട്സപ്പിലോ അല്ലെങ്കിലൊക്കെ വിഷ് ചെയ്യാറുള്ളത്. നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഫോട്ടോ ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കും. എന്നാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾ ബർത്ത്ഡേ മെറ്റു എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബർത്ത്ഡേ കാർഡ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആരുടെ ബർത്ത്ഡേ ആണോ അയാളുടെ പേര് ഇവിടെ കൊടുക്കുക. ശേഷം അയാളുടെ വയസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് എന്താണ് മെസ്സേജ് അയക്കേണ്ടത്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നാണെങ്കിൽ അങ്ങനെ അയക്കുക. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബർത്ത്ഡേ കാർഡ് റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ലിങ്കും ഇവിടെ കിട്ടും. ഈ കോപ്പി ചെയ്യുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണോ ആ ബർത്ത്ഡേ വിഷസ് അയക്കേണ്ടത് അവർക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിടിലനായിട്ട് ഹാപ്പി ബർത്ത്ഡേ ജാഫർ പൊന്നാനി എന്നിവിടെ കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാൻഡിലോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയും കാണിക്കും. ഈ ക്യാൻഡിൽ നമുക്ക് ഊതിക്കെടുത്താനും സാധിക്കും. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഷസാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ ട്രിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രവാസികൾക്കും ഡ്രൈവർമാർക്കും കിടന്നുറങ്ങാൻ നേരമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ റേഡിയോ ആസ്വദിക്കാം. അതിനായിട്ട് ഗൂഗിൾ റേഡിയോ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടിന്യൂ ബേസിക് മോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റേഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഞാനിവിടെ സൗണ്ട് കുറച്ചൊക്കെയാണ്. സ്ക്രീൻ ഓഫ് ചെയ്തിട്ടും നമുക്ക് ആ റേഡിയോ വർക്കാവും. കുറഞ്ഞ നെറ്റ് മതി. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചാനലുകൾ ഇതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനും സാധിക്കും. മാത്രമല്ല ഏറ്റവും പഴയതായിട്ടുള്ള 1900 മുതൽ 2024 വരെയുള്ള എല്ലാ പാട്ടുകളും നമുക്ക് ഇതിലൂടെ കേൾക്കാം. നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായ ചാനലുകളൊക്കെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ റേഡിയോക്കായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല. ഇനി മൂന്നാമത്തതാണ്, ഏതൊരു ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഒരു ആപ്ലിക്കേഷനും വേണ്ട. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ഓൺലൈൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ remove.bg എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ഫോട്ടോയാണ് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കേണ്ടത്, അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയി വരുന്നതായിരിക്കും. ഇതുപോലെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. എല്ലാം കറക്റ്റായി തന്നെ റിമൂവ് ആവും. അതിനുശേഷം ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. റിമൂവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആണ് ഇവിടെ എടുക്കുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒന്നും കുറയില്ല. നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഐ ആം ജാഫർ പൊന്നാനി ടെക് ബ്ലോഗർ എന്നിവിടെ എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമായ ഫോണ്ടുകളിൽ. മാത്രമല്ല എൻ്റെ പ്രൊഫൈൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാഫർ പൊന്നാനി എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു കിടിലൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോണ്ട് ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാഫർ പൊന്നാനി ഐ ആം ടെക് ബ്ലോഗർ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വ്യത്യസ്തമായ ഫോണ്ടുകൾ കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ഫോണ്ട് സ്റ്റൈൽ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഫോണ്ട് ജനറേറ്റർ ഫാൻസി ടെസ്റ്റ് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഐ ആം ജാഫർ പൊന്നാനി എന്നിവിടെ ടൈപ്പ് ചെയ്ത് ടെക് ബ്ലോഗർ എന്ന്. ശേഷം നമുക്കിവിടെ താഴെ ഒരുപാട് ഫോണ്ടുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ കമൻ്റ് ഇടുകയാണെങ്കിലും ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ട് കമൻ്റ് ഇടാനായിട്ട് സാധിക്കും. മാത്രമല്ല കാമുകന്മാരൊക്കെ ആണെങ്കിൽ വ്യത്യസ്തമായ ഫോണ്ട് ഉപയോഗിച്ച് ചാറ്റും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു കിടിലൻ ടിപ്സാണ്. മാത്രമല്ല നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിൻ്റെ 6-7 ഗ്രൂപ്പുകളുമുണ്ട്. ഈ ഗ്രൂപ്പിലൂടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വരുന്ന പ്രൊഡക്റ്റുകൾ ഇതിപ്പോൾ 15,999 റെഡ്മി ഫോണാണ്. ഇത് ഓഫർ വന്നത് 5G ഫോണാണ്. 128 ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഫോണാണ്.
ഈ ഫോൺ ഓഫറിൽ വന്നിരിക്കുന്നത് വെറും 9,999 രൂപ. ഇങ്ങനെ മികച്ച പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഓഫറിൽ ഈ ഒരു ഗ്രൂപ്പിലൂടെ ലഭിക്കും. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ താല്പര്യമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വീഡിയോകൾ ഇതിലും പോസ്റ്റ് ചെയ്യും. 2000-ന് മുകളിൽ ചാനലുകൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാത്ത ലൈവ് TV ഇന്നലെ രാത്രി പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ഗ്രൂപ്പുകളിൽ മാത്രം. കാരണം ഇതൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇടുന്നത്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളും ഇതിലൂടെ ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ മുകളിൽ കാണുന്ന ക്യാപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം അറിവുകൾക്കായിട്ട് ഫോളോ ചെയ്യുക.